ബിലാൽ സാറേ, എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്രമാത്രം ഈ 2026 ബൂമായി നിൽക്കുന്നത്? സാർ ഇപ്പം അതിനകത്തൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കറണ്ട് മാർക്കറ്റ് അനുസരിച്ചിട്ട് ഒരു 70% ടോട്ടൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ. അതൊരു മെയിൻ കാരണമാണ്. അപ്പോൾ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കമ്പനികൾ നിർബന്ധിതരാവുകയാണ് ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ അവരുടെ പ്രൊഡക്റ്റ് കൂടുതൽ ആൾക്കാർ കാണാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനുമായിട്ട്. അതൊരു മെയിൻ കാരണമാണ്. അത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതോറും അവർക്ക് കൂടുതൽ മാൻ പവർ വേണ്ടി വരും. അത് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നവർക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു കമ്പനിയിൽ തന്നെ മൾട്ടിപ്പിൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ആവശ്യകത വരുവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും അതല്ല ഒരു മാർക്കറ്റിങ്ങിന് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം അതല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബൂമിംഗ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം എല്ലാ കമ്പനികളും ഇപ്പം നമ്മളൊക്കെ അറിയാമല്ലോ, പല പല കമ്പനികളും എല്ലാ രീതിയിലുള്ള പല തരത്തിലുള്ള കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിന്റെ ഒരു ഏജൻസിയുടെ ആവശ്യകതയുണ്ടോ? തീർച്ചയായും. കാരണം നമ്മളൊരു ബിസിനസ് എപ്പോഴും തുടങ്ങുന്നത് എന്താ, അവിടെ നമുക്ക് ഒരു എയിം എന്ന് പറയുന്നത് എന്താ, സെയിൽ അല്ലെങ്കിൽ കൺവേർഷൻ ആയിരിക്കും അല്ലേ. അതായത് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് സെയിൽ ആവണം. ഈ സെയിൽ ആവണം. ഇപ്പം എല്ലാവരും എന്താണ്, ഓൺലൈനിലാണ്. നമ്മളിപ്പം എല്ലാവരും ഫോണിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഫുൾ ടൈം അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ വിസിബിലിറ്റി ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ നമുക്കവിടെ എന്തുണ്ടാവില്ല, സെയിൽ ഉണ്ടാവില്ല. അപ്പം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്ത് കുറേ കാണുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സ് പോവുക. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു വിസിബിലിറ്റി, അത് ചെറിയ ബിസിനസ് ആയിക്കോട്ടെ വലുതായിക്കോട്ടെ ബ്രാൻഡ് ആണെങ്കിൽ പോലും അവരും എന്തിൽ വേണം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിസിബിൾ ആയിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം തന്നെയാണ് പറയുന്നത്. തീർച്ചയായും ചെയ്യണം. ബിലാൽ സാറിന്റെ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹ്യൂജ് എമൗണ്ട് ആണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും അവർ കൂടുതൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ തയ്യാറായിട്ട് വരുന്നത്. കാരണം കൂടുതൽ റീച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പോപ്പുലേഷൻ ഉള്ളൊരു കൺട്രിയാണ്. ഇപ്പോൾ ഇന്ത്യ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിർബന്ധമായിട്ടും ഇപ്പം എല്ലാ കമ്പനീസും അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിർബന്ധിതരാകുന്നുണ്ട്. കാരണം ഓരോ ഇൻഡസ്ട്രി എടുക്കുകയെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ആ ഇൻഡസ്ട്രിയിലേക്ക് പുതിയ പുതിയ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്. ഈ വരുന്ന കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും പുതിയ കമ്പനി തുടങ്ങുന്നത്. അപ്പം അവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു നോളജും കാര്യങ്ങളും ഉണ്ട്, ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, അപ്പോൾ അതിനകത്ത് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പം ലൈക്ക് ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും പുതിയതായിട്ട് വരുന്നൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വിസിബിലിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുവരുന്ന ആളുകൾക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പണ്ടൊക്കെ ഒരു 5 വർഷത്തിന് മുമ്പൊക്കെ ആദ്യം ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആദ്യം ഒരു കുറച്ച് ഫിസിക്കൽ പ്രസൻസ്, പിന്നെ ഒരു വെബ്സൈറ്റ് മാൻഡേറ്ററി ആയിരുന്നു അല്ലേ, നമുക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. ഇപ്പൊ ആദ്യം തുടങ്ങുന്നത് എവിടെയാണ്? ഒന്നുകിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങണം, നിങ്ങൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഇത് സെയിൽസിലേക്ക് പോകുന്നത്. അപ്പൊ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു കമ്പനികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം, ആദ്യമായി തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം തുടങ്ങണം? ഇതേ രീതി തന്നെയാണോ പിന്തുടരേണ്ടത്? ഇപ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ട്. മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കമ്പനിക്ക് അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റോറി പറയാനുണ്ടാവും. ഇപ്പോൾ ഒരുപാട് പുതിയ യങ്സ്റ്റേഴ്സ് അവരുടെ ബിസിനസ് ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറി ടെല്ലിംഗ് മോഡൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇതിൻ്റെ ഒരു വിസിബിലിറ്റി എന്തോരം, ഒരു പൊട്ടൻഷ്യൽ എന്തോരമാണ്. അവർ പെയ്ഡ് ആഡ്സിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് ഓർഗാനിക് ആയിട്ടുള്ള റീച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ആളുകളിലേക്ക് എത്തുക, അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, അവിടെ ബിസിനസ് നടക്കുക, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നത് തന്നെയാണ്. ഇപ്പോൾ ഓർഗാനിക് റീച്ച് എന്ന് പറയുന്നതും പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നതും SEO എന്ന് പറയുന്ന സെഗ്മെൻറ്റ്സും AEO എന്ന് പറയുന്ന സെഗ്മെൻറ്റും AI വരുന്ന മറ്റ് ടെക്നോളജീസും അതിൻ്റെ ഒരു വിസിബിലിറ്റി എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ മുതൽ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ആണെന്നുണ്ടെങ്കിലും വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓട്ടോമേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ മിനിമൽ ബഡ്ജറ്റിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്കത് ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായി. അപ്പോൾ സാർ അതിനകത്ത് ഈ ഓട്ടോമേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയും.
അപ്പോൾ ഈ ഓട്ടോമേഷൻ്റെ കാര്യത്തിൽ പറയുന്നത് ഇപ്പം നമുക്കെല്ലാം നമ്മളെല്ലാവരും തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വന്നപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ സെലക്ട് ചെയ്തൊരു ആൾക്ക് അത് വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതോ അയാളുടെ വർക്കിനെ ഈസി ആക്കുകയാണോ ചെയ്യുന്നത്? ഇപ്പം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ കറൻ്റ്ലി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം ഉണ്ടെന്ന് പറയാനും പറ്റില്ല. രണ്ട് രീതിയിൽ അത് പറയാം. നമുക്കിപ്പോൾ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കൊരു ഓഡിറ്റ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആവട്ടെ, അതിൻ്റെ ഓഡിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെട്രിക്സ് അനാലിസിസ്, നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻ്റെ ഇവാലുവേഷൻസ്, ഇതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇപ്പം തോന്നിയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് അവരുടെ ഒരു പ്രൊഫഷനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നുള്ളത്. കാരണം ഇതറിയാമെന്നുള്ളതും ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു എന്താ ഹ്യൂമൻ സൈക്കോളജി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി നമ്മളൊരു എയിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. നമുക്ക് ഒരിക്കലും അത് 100% പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം വലിയ വലിയ കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഇതിലേക്ക് അഡാപ്റ്റ് ആവണമല്ലോ. ഫ്യൂച്ചറിൽ ആവുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കറൻ്റ്ലി ഇത് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്ക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ അവർക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൂൾസും ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാം സാറേ, അതായത് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരുപാട് ടൂളുകൾ വരുന്നുണ്ട്. ഈ ടൂളുകളൊന്നും അറിയാതിരിക്കുന്ന ഒരാളാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോകും. പക്ഷേ എന്നാൽ അതിനനുസരിച്ച് നമ്മൾ വളരെയാണ്, നമ്മൾ അപ്ഡേറ്റ് ആവുക, നമുക്ക് ആ AI ടൂൾ യൂസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായാലും ജോലി ഉറപ്പായിട്ടുണ്ട്. അതിലെ വിഷയം അപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പ്രകാരം ഇതിനകത്തൊരു വലിയ ഭാഗമാകുന്നു. മാർക്കറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു സാധ്യതയുണ്ട്. കമ്പനികളെല്ലാം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അപ്പം ഇതൊരു വലിയ ബൂമായി നിൽക്കുകയാണോ, ഒരു കുമളയാകാൻ ചാൻസ് ഉള്ളൊരു സാധനമാണോ സത്യത്തിൽ? സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ ബിസിനസ് ബ്രാൻഡ് ആണെങ്കിൽ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിലേ അവിടെ നിലനിൽപ്പുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു ബൂമിംഗ് ആണെന്ന് കൃത്യമായ ബൂമിങ്ങിൽ തന്നെ പോകുന്നത്. അതെ അതെ. ഇപ്പം ഇനി ഇവരെല്ലാം തന്നെ +2 കഴിഞ്ഞവരോ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളോ ഒക്കെ അടുത്ത ഉടനടി തന്നെ ജോലി എന്നുള്ളൊരു സ്വപ്നമാണ് അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത്. അപ്പം അതിന് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കരിയറായിട്ട് ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചു. അതിൽ എത്ര പെട്ടെന്ന് അവർക്കൊരു ജോലി നേടാൻ പറ്റും, അതിനവരെന്തെങ്കിലും ഒരു ജോലി നേടുക എന്നുള്ളത് മാത്രമല്ല, ജോലി നേടിക്കഴിഞ്ഞാൽ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. അതിനവരെന്തെല്ലാം കഴിവുകളാണ് അവർക്ക് സ്വയം പര്യാപ്തമാക്കുന്നത്? ഇപ്പം പെട്ടെന്നൊരു ജോലി അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈസി കോഴ്സ് അല്ല ഇതൊരിക്കലും. ഇപ്പം നമ്മൾ പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അവർ നോക്കുമ്പോൾ എളുപ്പമാണ്. ഒരു എന്താ പറയുക, റിയൽ ടൈം എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്ത് അവർക്ക് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ അവിടെ അവർ ചെയ്യുന്ന ക്യാമ്പയിൻസ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണെന്നുണ്ടെങ്കിലും പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് അൾട്ടിമേറ്റ് ഇരിക്കുന്നത്. അപ്പം ഒരു 3 months 6 months കോഴ്സ് കഴിഞ്ഞത് കൊണ്ട് മാത്രം എന്താവുന്നില്ല, അവർ കംപ്ലീറ്റ്ലി ഇതിനകത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവരുടെ ലേണിംഗ് പീരീഡ് എന്ന് പറയുന്നത് വർഷങ്ങളെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സ് പറഞ്ഞു കൊടുത്തു, സ്കില്ല് പറഞ്ഞു കൊടുത്തു, അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അതിൻ്റെ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഇവാലുവേഷൻസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനകത്തേക്ക് അഡാപ്റ്റ് ആവാനും അതിൽ നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാനും പറ്റും. ഇപ്പോൾ 1 year 2 year എക്സ്പീരിയൻസ് ഉള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ നമ്മൾ ഇൻ്റർവ്യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അവരെത്രത്തോളം അവർ ചെയ്യുന്ന വർക്കിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അവർ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള റീച്ച്, റിസൾട്ട്, ഇംപ്രഷൻ അതുപോലെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ പറയാറുള്ളൂ. നമ്മളൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പെർഫോം ചെയ്തോന്ന് ചോദിക്കുമ്പോൾ പറയാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഫീച്ചേഴ്സ് മെറ്റ തന്നെ തരുന്നുണ്ട്. ബ്രേക്ക് ഡൗൺ, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഫ്രീക്വൻസി മുതൽ ഇതെല്ലാം ഒരു കാൽക്കുലേഷൻസിൽ പോകുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പെർഫോം ചെയ്യാതെ പോയെന്നുള്ളത്. പക്ഷെ അത് നോക്കാനായിട്ടോ അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ടോ പിള്ളേർ തയ്യാറാവുന്നില്ല. അതൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഈ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ
അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരണം. അതിലാണ് എനിക്ക് അതുല്യ മിസ്സിനോടൊരു കാര്യം പ്രത്യേകമായിട്ട് സ്പെസിഫൈഡ് ആയിട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം മിസ്സിൻ്റെ ക്യാമ്പസിലെ കുട്ടികളുടെ കോൺവെക്കേഷൻ നടന്നു. ആ കോൺവെക്കേഷനിൽ പങ്കെടുത്ത കുട്ടികളിൽ ഒരു 90% മുകളിൽ കുട്ടികൾക്കും അതിന് മുമ്പ് തന്നെ ജോലി കിട്ടി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അവിടെ അവരെ കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ടും മിസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസ് അവരെ ഒരു ട്രെയിനിങ്ങിന് വിട്ടപ്പോഴും മിസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി അവർക്ക് ബാക്കെൻഡിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് CC സൈബർ ക്യാമ്പസ് അതിനകത്ത് ഒരു മേക്ക് ഷുവർ ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഫോളോ അപ്പ് കൃത്യമായിട്ട് നടത്തുന്നത്? അതായത് അവിടെ എന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടികൾക്കൊക്കെ ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ്. അവർക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷേ അവർക്ക് ടെൻഷനാണ്. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ, കാരണം അവർ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അതൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് അറിയാത്ത കാര്യമല്ല, നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കി അവർ ചെയ്തോളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രാക്ടിക്കലിയാണ് പഠിപ്പിക്കുന്നത്. അവരെ കൊണ്ട് സ്വന്തമായി തന്നെയാണ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകളിൽ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു തിയറി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് കേൾക്കുക, അങ്ങനെയല്ല. അവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പോണത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ ചെയ്താൽ തെറ്റുമോ, അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ അവരെന്തെങ്കിലും പറയോ, അങ്ങനത്തെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതൊന്ന് ഞാനുണ്ട് കൂടെ എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റും. മറ്റെന്താ, അയ്യോ ഞാൻ ആരോട് ചോദിക്കും, ആരെനിക്ക് പറഞ്ഞു തരും, ആ ഒരു ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ അത് തെറ്റിപ്പോവും. ഇപ്പോൾ ക്യാമ്പയിൻ ചെയ്യുന്ന കേസിലാണെങ്കിലും വെബ്സൈറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിന്താങ്ങുന്നു എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞാൽ തന്നെ അവർക്കത് ഹാപ്പിയാണ്. ബിലാൽ സാറേ, എൻ്റെ പല കൂട്ടുകാരും എനിക്കറിയാവുന്ന കുട്ടികളും ഒക്കെ പലപ്പോഴും സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊരു കരിയർ സ്വിച്ചിങ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ കാണാം. അതിന് ബിലോ 30 ഉള്ള ആൾക്കാർ കാണാം, ബിലോ ഒരു 35-നുള്ള ആൾക്കാർ കാണാം. അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കറക്റ്റ് ഓപ്ഷനാണോ? അതാണെങ്കിൽ അത് എങ്ങനെ അവർ ചെയ്യണം? ഒരു കരിയർ സ്വിച്ച് ചെയ്യാനായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇനി പുതിയതായിട്ടൊരു കരിയറിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്കൊരു ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യം ഇതിനകത്തില്ല. നമുക്കിതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക, അത് അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ കുറച്ച് സ്ട്രാറ്റജീസും ഐഡിയാസും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം അവർക്ക് സെയിൽസ് എന്താണ്, മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പെർഫോം ചെയ്യാനും അത് അഡാപ്റ്റ് ചെയ്യാനും അതിനകത്ത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും പറ്റും. അതുല്യ മിസ്, ഇപ്പം ഒരു കരിയർ സ്വിച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ജെൻസിന്റെ കാര്യം പറഞ്ഞു. ഇതേപോലുള്ള ഒരു ഭാഗമാണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ. മിക്കവാറും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് സ്വന്തമായ ഒരു ഏണിംഗ് പോയിന്റ് വേണമെന്നുള്ളൊരു സാഹചര്യം എല്ലാവർക്കും ഉണ്ട്. അവിടെ അവർക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറായിട്ട് എടുക്കാൻ പറ്റുമോ? മെജോറിറ്റി ആൾക്കാരുടെ ആദ്യത്തെ ചോദ്യം, എനിക്കിത് കരിയറായിട്ട് എടുക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് എൻ്റെ വീട്ടിലിരുന്നാണെങ്കിലും എൻ്റെ കുട്ടികളോടൊപ്പം ഇരുന്നാണെങ്കിലും അവർ വീട്ടിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് എനിക്ക് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുന്നതാണോ? തീർച്ചയായും. നമ്മളിപ്പോൾ CC സൈബർ ക്യാമ്പസിലാണെങ്കിലും നമ്മൾ ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് ലൈവായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് അവരുടെ ഫ്രീ ടൈമിൽ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് സാറ് പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതൊരു ടഫായിട്ടുള്ളൊരു ടെക്നിക്കൽ കോഴ്സ് അല്ല. അപ്പോൾ നമുക്ക് വീട്ടമ്മമാരാണെങ്കിലും ഇപ്പോൾ ഏജുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് എന്ന് പറയുമ്പോൾ ഫ്രീലാൻസ് വർക്കുകൾ ഒരുപാട് കിട്ടും. ഇപ്പോൾ വീട്ടമ്മമാരാണ്, അവർക്ക് പുറത്ത് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുത്ത് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്രീലാൻസ് വർക്ക് മാത്രമല്ല, അവർക്ക് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണം, ഓൺലൈൻ ബിസിനസ്സുകൾ തുടങ്ങണം എന്നുണ്ടെങ്കിലും അത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെയധികം സഹായിക്കും. പിന്നെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ, ഷോപ്പിഫൈ പോലത്തെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് അവർക്ക് വരാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ജോബിൻ്റെ ഉപരി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. അപ്പോൾ അവർക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിലാൽ സാറേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലസ് മാർക്കറ്റിംഗ് ആണ്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രൊഫൈലിലേക്ക് വരുന്ന ഒരു കുട്ടി മാർക്കറ്റിംഗ് പഠിച്ചിരിക്കണോ? മാർക്കറ്റിംഗിനെ പറ്റി അറിവുണ്ടായിരിക്കണം? ഉറപ്പായിട്ടും വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് ഗൂഗിളാണെന്നുണ്ടെങ്കിലും മെറ്റ ആണെന്നുണ്ടെങ്കിലും ഗൂഗിളായിട്ട് കണക്ട് ചെയ്ത് വരുന്ന യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഇതെല്ലാം ലൈക്ക് നമ്മുടെ
എന്താ പറയുക ക്രിയേറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരിക്കലും എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമായിട്ട് കണക്റ്റഡ് അല്ല. അവർ അതിനകത്ത് കുറേ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്, അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡെലിവർ ചെയ്യുന്ന സാധനം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെമോഗ്രഫിക്സിലേക്ക് നമ്മൾ ക്യാമ്പയിൻസ് ചെയ്യും. അപ്പോൾ ഈ 2-3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 കാറ്റഗറിയിലും സെയിം ക്യാമ്പയിൻ, അതായത് ക്രിയേറ്റീവോ വീഡിയോ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കണക്റ്റ് ആവണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഏജ് വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 25 to 45 എന്ന് പറയുന്ന കാറ്റഗറിക്ക് കണക്റ്റ് ആവുന്ന പോലെ ആയിരിക്കില്ല 25-ൽ താഴെയുള്ള ആളുകൾക്ക് കണക്റ്റ് ആവുന്നത്. അപ്പം പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും, പക്ഷേ അത് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മളത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സിക്യൂഷൻ മാത്രമാണ് എന്ത് ചെയ്തത് ഈ പ്ലാറ്റ്ഫോംസിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നുള്ളതും അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണെന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതില്ല മിസ്സേ, നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുകയാണ്. ആ ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ ഒരു ക്യാമ്പയിനിൽ ഈ ക്രിയേറ്റിവിറ്റിക്ക് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റിക്ക് വലിയ പ്രാമുഖ്യമുണ്ട്, പ്രാധാന്യം അതിലാണ് നിൽക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? സാറേ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് പോവുക ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടന്റ് ആ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർ ഒരു 2 സെക്കൻഡ് നോക്കണം എന്നുണ്ടെങ്കിൽ ആ ക്രിയേറ്റിവിറ്റിയിൽ എന്തെങ്കിലും ഉണ്ടാവേണ്ടേ. അതായത് നമുക്കൊരു അട്രാക്ഷൻ പോയിന്റ് ആ ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ വീഡിയോയിൽ വേണം. അത് വീഡിയോയിലാണെങ്കിൽ ഹൂക്കിംഗ് എലമെന്റ് എന്ന് പറയും, ഹൂക്ക് എന്ന് പറയും. അതായത് ആ വീഡിയോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.